So what's up guys, Sri here and നമ്മളിങ്ങനെ ഇരിക്കുന്ന കുറച്ച് നാളായല്ലേ, നമുക്കിന്നൊരു അൺബോക്സിങ് റിവ്യൂ ഒക്കെ ചെയ്യാം. അൺബോക്സിങ് മാത്രമേ ഉള്ളൂ. ഗുഡ് സെൻഡ്, ഗുഡ് ഡേ. നമുക്ക് നേരെ വിൽ ഗോ ടു ദ റിവ്യൂ. സോ ദിസ് ഈസ് ദി വിവോ X300 Ultra. ഗൈസ്, എല്ലാവരും പറഞ്ഞു ഇത് എങ്ങനെയും സെറ്റ് ചെയ്യാൻ, ഇത് സോഴ്സ് ചെയ്യാൻ ഞാൻ കഷ്ടപ്പെട്ടു. പക്ഷേ വി ഹാവ് ഇറ്റ് ഹിയർ. നമ്മുടെ കയ്യിൽ അതുണ്ട്. അൺബോക്സിങ് അല്ല, ഞാൻ ശരിക്കും അൺബോക്സിങ് ചെയ്തു. പിന്നെ നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി ഞാൻ ഒന്നുകൂടെ ചെയ്തതേ ഉള്ളൂ. ഒരു ഫേക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ഒന്നുകൂടെ റീ അൺബോക്സിങ് എന്നൊക്കെ വേണം പറയാം. നിങ്ങൾ ഫ്രഷ് ആയിട്ടോ, ചുമ്മാ പഠിക്കാൻ പറയാം. സോ ദിസ് ബോക്സ് പൊട്ടിച്ചു, നമ്മുടെ പ്ലാസ്റ്റിക് സാധനം ഉണ്ട്. നമുക്ക് അതൊന്ന് തുറന്ന് നോക്കാം. ഞാനത് തുറന്ന് നോക്കിയതാ ചുമ്മാ. എന്തായാലും ഗൈസ്, ASMR geeks. ഫോൺ കണ്ടോ? ഫോൺ എന്തോ ഒരു ലുക്കാ, നിങ്ങളൊന്ന് നോക്കുക. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിലും ഞാൻ ഫുൾ ഇൻഡെപ്ത് റിവ്യൂല് പറയാം. പക്ഷെ ബാക്കി ബോക്സിനകത്ത് നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഈ ലിഡ് തുറന്നു, ഇതിനകത്ത് ഇതൊക്കെ ഇല്ല. പേപ്പർ വർക്ക്സ് അലോങ് വിത്ത് നമ്മുടെ X300 Ultra'യുടെ കാർഡ് ഉണ്ടല്ലോ. ഇതൊക്കെ എനിക്ക് വിവോയുടെ കാര്യത്തിൽ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി കേട്ടോ. ഇവരൊരു സിഗ്നേച്ചർ കാർഡ് പോലെ നമുക്കിങ്ങനെ തരും. ദാറ്റ് വലിയ കാര്യമൊന്നുമില്ല, പക്ഷെ ഇതിങ്ങനെ കൊണ്ടു നടക്കാനൊരു കെയറാണ്. ഇതിൻ്റെ അകത്ത് വാറണ്ടി കെയറും കാര്യങ്ങളും ഒക്കെ ഒരു കാർഡായിട്ട് ഇങ്ങനെ വന്നുകൊണ്ട് ഒരു 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 നല്ലൊരു ഗുഡ് ഫീലിംഗ്. പേപ്പർ വർക്ക്സ് ആരും വായിക്കാത്ത പേപ്പർ വർക്ക്സ് എന്ന് പറയുന്നത് എനിക്ക് ഇത്ര നല്ലത്. കേസ്, ഒരു സിലിക്കൺ കേസ്, ഫുൾ ബ്ലാക്ക്, സ്നെക്ക് ഫിറ്റ്, വേറെ ഒന്നും പറയാനില്ല, പെർഫെക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഫുൾ ബ്ലാക്ക് കേസ്. കയ്യിലൊരു ചെറിയൊരു ചുടുകട്ട എടുത്ത് വെച്ചേക്കുന്നുണ്ട്. ദിസ് ഇസ് എ വെരി ബിഗ് ഫോൺ. ഞാൻ ഇച്ചിരി ക്ലോസപ്പിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബാക്കി നമുക്ക് ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ ഇത് തുറന്ന് നോക്കാം. എന്താണ് ഇതിനകത്ത് എന്ന് എനിക്കറിയാം, എന്നാലും നിങ്ങൾക്ക് അറിയാത്തത് അഭിനയിക്കാം. നമ്മുടെ കേബിൾ, C2C കേബിൾ, ഫാസ്റ്റ് ചാർജിങ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്ന വെരി 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 തുറന്നാൽ പോരെ, ക്ഷമ പരീക്ഷിക്കുകയാണോ? നമ്മുടെ ബ്രിക്ക്, ചാർജിങ് ബ്രിക്ക് എത്ര ഓട്ടാന്ന് നോക്കിയാൽ ഫ്ലാഷ് ചാർജ്. സോ ഫസ്റ്റ് എന്തായാലും ഗൈസ്, അൾട്രാ ഫാസ്റ്റ് ചാർജിങ് ആണ്. നമുക്ക് ഇനി ഫോണിനെ കുറിച്ച് ജസ്റ്റ് സ്പെസിഫിക്കേഷൻസോ കാര്യങ്ങളൊക്കെ പറയാം. പക്ഷേ അൺബോക്സ് ചെയ്തപ്പോൾ ഞാൻ ആദ്യമായിട്ട് അൺബോക്സ് ചെയ്തപ്പോൾ ഞെട്ടിപ്പോയ കാര്യം ഇതൊന്നുമല്ല. ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഈ ഒരു ഹമ്പ്. നിങ്ങൾ വിചാരിക്കുന്ന ഹമ്പ് അല്ല ഇത്. ലിറ്ററലി ഒരു ഹമ്പ് ഇവിടെ ഉണ്ട്. എൻ്റെ പകുതി വിരലിൻ്റെ അത്രയും കനമുള്ള ഒരു ഹമ്പ് ഇവിടെ ഉണ്ട്. ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽഡ് റിവ്യൂവിൽ കാണാം. ഞാനത് എടുത്ത് നോക്കിയപ്പോൾ തന്നെ ഒരു പക്ക പ്രൊഫഷണൽ ക്യാമറ എങ്ങനെ നമ്മുടെ ഒരു തള്ളി നിൽക്കുന്നു അതേപോലെ. പണ്ടത്തെ ഈ പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറാസ് ഒക്കെ ഇല്ല, അതിനകത്ത് ചെറുതായിട്ട് ഈ തള്ളി നിൽക്കുന്ന പോയിന്റ് സാധനങ്ങളൊക്കെ, അത് ആ ഒരു ഫീലാണ് എനിക്ക് അടിച്ച്. പക്ക കിടിലം ഒരു ഹമ്പ് ഉണ്ട്. ആൻഡ് ഹമ്പിൻ്റെ അകത്തുനിന്ന് എത്ര സെൻസറാ കുലുങ്ങുന്നതെന്ന് എനിക്കൊരു പിടുത്തമില്ല ഗൈസ്. ഇതിങ്ങനെ കുലുക്കിക്കൂടെന്നാ പറയുന്നത്, പക്ഷേ ലിറ്ററലി ഒരു ക്യാമറേനകത്ത്, ഐവിസ് ഉള്ള ക്യാമറയ്ക്കകത്ത് സെൻസർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് റാറ്റിൽ ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ലൂമിക്സിനകത്ത് റാറ്റിൽ ചെയ്യുന്നതിന് നടക്കും, എൻ്റെ A7S3 റാറ്റിൽ ചെയ്യുന്നതിന് നടക്കും. അതേപോലെ റാറ്റിൽ ചെയ്യുന്നൊരു സാധനമാണ്. ആൻഡ് വേറൊരു കാര്യം കൂടെ ഞാൻ അൺബോക്സ് ചെയ്ത് ഇംപ്രസ്ഡ് ആയിപ്പോയത്, ഇത്രയും സെൻസേഴ്സും കാര്യങ്ങളും ഉണ്ടെങ്കിലും വെയിറ്റ് ബാലൻസിങ് ഭയങ്കര അടിപൊളിയായിട്ടാണ് വിവോ ചെയ്തിട്ടുള്ളത്. വെയിറ്റ് ബാലൻസിങ് പക്ക പ്രോപ്പറായി കണ്ടോ, എപ്പോഴും സെൻറ്ററിലാണ് നിൽക്കുന്നത് ഞാൻ വിരലും എടുത്തിട്ട്. അതും ഇത്രയും സെൻസേഴ്സും ഇത്ര ഒപ്റ്റിക്സും ഇത്ര പെരിസ്കോപ്പും വൈഡ് ആംഗിളും അൾട്രാ വൈഡും ഒക്കെ കൊടുത്തിട്ടുള്ള ക്യാമറയെ കുറിച്ച് സ്പെക്ക് ഒന്ന് ബ്രീഫ് ചെയ്ത് പറഞ്ഞു പോവാം. ഞാനിത് ഉപയോഗിച്ചു, എൻ്റെ പൊന്നു, എൻ്റെ ക്യാമറ ഇച്ചിരി സീൻ. എനിക്ക് വൺ വേർഡിനകത്ത് നിങ്ങളെ പറഞ്ഞു വെറുപ്പിക്കൊന്നും വേണ്ട, പക്ഷേ ഞാൻ ഇത്ര ഹൈപ്പ് ഇടുന്നുള്ളൂ. റിവ്യൂവിനകത്ത് റിവ്യൂ വരുന്നുണ്ട്, ഇൻഡെപ്ത് ക്യാമറ റിവ്യൂ വരുന്നത്. ഈ 2 വീഡിയോസും ഞാൻ ഇതിനകത്ത് തെളിയിച്ചിട്ടുണ്ട്. അൺബോക്സിങ് ആൻഡ് ഇംപ്രഷൻസിനകത്ത് എനിക്ക് ഇത്ര ഹൈപ്പ് ഇട്ടാൽ മതി. ഇതിൻ്റെ ക്യാമറ എനിക്ക് കംഫർട്ടബിളി ഒരു വെഡ്ഡിങ്ങിന് പോവുകയാണെങ്കിൽ ഞാൻ റാദർ ദാൻ ടേക്കിംഗ് DSLR അല്ലെ ഒരു മിറർലെസ് ക്യാമറ കൊണ്ടുപോകുന്നതിനെക്കാട്ടിയും ഞാൻ ഇച്ചിരി കോൺഫിഡൻറ്റ് ഇതിനകത്ത് കൊണ്ടുവന്നതായിരിക്കും. എനിക്ക് ഭയങ്കരമായിട്ട് ഫോട്ടോഗ്രാഫി ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ ഒരു ക്യാമറ ഒരിക്കലും ഇത് റിപ്ലേസ് ചെയ്യത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ ടെക്നിക്കൽ കാര്യങ്ങളൊന്നും വലുതായിട്ടൊന്നും അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് സിമിലർ ഔട്ട്പുട്ട് കിട്ടുന്ന ക്യാമറ. 200 MB 50 MB സ്പെക്കൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ചെറിയ 2-3 കാര്യങ്ങൾ എനിക്ക് ഫോണിനകത്ത് ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ട്. SI ബീങ് 1,70,000 രൂപ, അതിൻ്റെ കാർഡ് ഓഫേഴ്സ് എല്ലാം കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു 1,50,000 50-65 വരെ ഇച്ചിരി കൂടെ കുറയും. അത് നമുക്ക് അടുത്ത എൻഡ് പറഞ്ഞു തരാം. ആർമർ ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ അടിപൊളിയാണ്. കയ്യിൽ പിടിക്കാനും അതിൻ്റെ സിഗ്നേച്ചർ ലുക്ക് കാര്യങ്ങൾക്കൊക്കെ ഒരു വിട്ടുവീഴ്ച അവർ ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഇസ് ടോപ്പ് നോച്ച്. ഹൈ എൻഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്.
പിന്നെ അതിലുപരി എനിക്ക് പറയാനുള്ള സാധനം എന്ന് വെച്ചാൽ ഇതിൻ്റെ വൈബ്രേഷൻ മോട്ടർ ആപ്പിൾ ലെവൽ വൈബ്രേഷൻ മോട്ടറാണ്. ഞാനത് പറഞ്ഞു, ഐഫോണിൻ്റെ ലെവൽ വൈബ്രേഷൻ മോട്ടറൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷേ ഇവൻ ആ ഒരു ലീഗിലേക്കൊക്കെ എത്തുന്നൊരു ഫോണാണ്. അടിപൊളി വൈബ്രേഷൻ മോട്ടറാണ്, ഒരു രക്ഷയില്ല. പിന്നെ ഇതിനകത്ത് ഫ്രണ്ടിൽ നമുക്ക് 90.3% എങ്ങാണ്ട സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഡിസ്പ്ലേയിൽ വരുന്നത്. അത്രയൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ഗൈസ് ഇറ്റ്സ് ലിറ്ററലി സോ ഗുഡ്. ഞാൻ എന്താ പറയുക, അതിനെക്കുറിച്ച് എനിക്ക് ഒരുപാട് പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുകയൊന്നും വേണ്ട. ഭയങ്കര കുറവ് തിൻ ബെസൽസ് ആണ് ചുറ്റും വരുന്നത്. വീഡിയോ കാണാനും സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ആണെങ്കിലും ഞാൻ റിവ്യൂവിൽ പറയാൻ വേണ്ടി അടിപൊളി ഡിസ്പ്ലേ എക്സ്പീരിയൻസ്. പിന്നെ ഒരു കാര്യം പറയണേ, ഇതിനകത്ത് ടോപ്പ് 1 TB വേർഷൻ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ആസ് ഓഫ് റൈറ്റ് നോ വിവോ കൺഫേം ചെയ്തിട്ടുള്ള ഇന്ത്യയിലും മറ്റേ സാറ്റലൈറ്റ് കോളിംഗ് ഫീച്ചേഴ്സോ അങ്ങനത്തെ കോളിംഗ് ഫീച്ചേഴ്സ് അല്ലെ എമർജൻസി മെസ്സേജിങ് ഫീച്ചേഴ്സും ഒക്കെ ഉള്ളൊരു ഫോണായിരിക്കും അത്. അത് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് ഇതിൻ്റെ ലവ്സ് വാല്യൂവിനെ കുറിച്ചാണ്. സ്പീക്കേഴ്സ് ആർ വെരി ലൗഡ്, അത്യാവശ്യം നല്ല ലൗഡായിട്ടുള്ള സ്പീക്കേഴ്സ് 25ഓളം അടുപ്പിച്ച് ലവ്സ് വാല്യൂ വരുന്നുണ്ട്. ആസ് ഓഫ് റൈറ്റ് നൗ ഇനീഷ്യൽ ഇംപ്രഷൻസ് ആൻഡ് അൺബോക്സിങ്ങിനകത്ത് എനിക്ക് ഇത്ര പറയുള്ളൂ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ട്രൂലി അൾട്ര എന്ന് പറഞ്ഞൊരു ഫോൺ എനിക്കിതായിട്ടാണ് തോന്നിയത്. ഗൈസ്, ഷവമി 17 അൾട്ര ഡിഡ് നോട്ട് ഇംപ്രസ് മീ. എനിക്കത് ഞാൻ പറഞ്ഞു ഒരാളുടെ ഡീറ്റെയിൽ റിവ്യൂ ചെയ്യണമെന്ന്, അതിൻ്റെ സ്കിൻ ടോൺ കൊണ്ട് വെറുപ്പിച്ച് കളഞ്ഞു. സത്യം ഞാൻ പറയാമല്ലോ, സത്യസന്ധമായി പറഞ്ഞാൽ എൻ്റെ ബുക്സിന് ഞാൻ അത് എടുത്ത് കളഞ്ഞു. ഞാൻ ഒരിക്കലും ആരും ഇത് റെക്കമെൻഡും ചെയ്യത്തില്ല 17 അൾട്ര അത്രയും വിലയ്ക്ക്. ഹെയ്റ്റ് റിവ്യൂ ഇട്ട് ഹെയ്റ്റ് മേടിച്ച് കൂട്ടണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ യവൻ അങ്ങനല്ല. ദിസ് ഈസ് ട്രൂലി ആൻ അൾട്ര, ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ്, കിങ് ഓഫ് ദ കിങ്സ് റിവ്യൂവിൽ കാണാം. സോ ഗൈസ്, ഇറ്റ്സ് ശ്രീ ഹിയർ. അൺബോക്സിംഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തെ ടോക്കിംഗ് ഹെഡ് അൺബോക്സിംഗ് സിനി വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറയാം, നമുക്ക് ചെയ്യാം. ടോക്ക് ടു ഗൈസ് ലേറ്റർ. ലവ് യു, ശ്രീ ഹിയർ. പിന്നെ ഒരു കാര്യം ഗൈസ്, നിങ്ങൾക്കിപ്പം ഈ ഫോൺ പേഴ്സണലി ടെസ്റ്റ് ഔട്ട് ഒക്കെ ചെയ്യണമെങ്കിൽ ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ വളരെ കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് നേരെ ABC മൊബൈൽസ് പട്ടത്തേക്ക് പോകും. അവിടെ ഫോൺ അവൈലബിൾ ആണ്. എനിക്കൊന്ന് 2 ഡെമോ ഓപ്പൺ ബോക്സ് പീസോ ഒക്കെ അവരെടുത്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് നിങ്ങൾക്ക് ബെസ്റ്റ് പ്രൈസും തരാൻ പറ്റും. പിന്നെ നവാബിക്കയുടെ അടുത്ത് നമ്മുടെ സബ്സ്ക്രൈബർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം യൂസ് ചെയ്യാനും ഫോണൊക്കെ ഉപയോഗിക്കാനും ഒക്കെ തരുകയും ചെയ്യും. നിങ്ങൾ വാല്യുബിൾ കസ്റ്റമർ ആണെങ്കിൽ അതേപോലെ ഫുൾ പ്രൈസും കുറച്ച് തരും. സോ അതാണ് സത്യം. സോ ഗൈസ്, ശ്രീ ഹിയർ. ടോക്ക് ടു ഗൈസ് ലേറ്റർ. ലവ് യു.